6:45. മീൻപിടുത്തക്കാരാണോ അതോ വേറെ എന്തോ വാരിക്കൊണ്ട് വരുന്നതാണല്ലോ? ആ പുള്ളി എന്തോ വാരിക്കൊണ്ട് വരുന്നത്? മീനല്ലല്ലോ, മീനിൻ്റെ വലയാണോ? നമസ്കാരം. അപ്പോൾ നമ്മുടെ ഫിലിപ്പീൻസ് ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. കഴിഞ്ഞ ഒരു 13 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഫിലിപ്പീൻസ് യാത്രയെല്ലാം കവർ ചെയ്തു. അപ്പോൾ ഈ ലാസ്റ്റ് 2 ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി ഫിലിപ്പീൻസ് സീരീസിലേക്ക് സ്വാഗതം. ശാന്തസമുദ്രം ശാന്തമാണ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയതാ. താഴെ ചെറിയ കല്ലുകളും, ഓളമില്ല, വലിയ ആഴമില്ല. പിന്നെ ഈ സാധനം ഇതിനകത്ത് പുള്ളി പറയുന്നത് അത് മീൻ പിടിക്കാൻ വേണ്ടി വെക്കുന്ന നമ്മുടെ ഒറ്റവല എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ മീനൊന്നും കയറിയിട്ടില്ല. ഒരു സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ഉണ്ട്, ഒരു സൈഡിൽ ഓപ്പൺ ആയിരിക്കും. അതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ ഫിഷ് പിന്നെ അതിനകത്ത് കിടക്കും. അകത്ത് വല്ല തീറ്റ വല്ല ഇട്ടിട്ടായിരിക്കും. പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. അവിടെ നമ്മൾ താമസിച്ച റിസോർട്ട് എവിടെയാണ്? ഇവിടെ വേറൊരു റിസോർട്ടുണ്ട്. ഇതൊരു ചെറിയ കോട്ടേജ് പോലെ ഹാമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ സമയം 7 മണി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മള് റിസോർട്ടിൽ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്, 4-5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ആ ലേക്ക് കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് പരിപാടി. തിരിച്ചു വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 8:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ ഈ ലേക്ക് 7 മണിയോടുകൂടി തന്നെ തുറക്കുമെന്നാണ് വായിച്ചേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ലേക്കിനെ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെയുള്ള ഒരു 300-400 മീറ്റർ കുറച്ച് ബാഡ് റോഡ്. അത് കഴിഞ്ഞ് പിന്നെ വഴി കുഴപ്പമില്ല. അപ്പൊ ഇന്നലെ നമ്മൾ കേവ് കണ്ടു. ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് നല്ല തിരക്കുള്ള കാൽവരി മലയൊക്കെ കണ്ടു. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഫെറി 11:30 ഒരു ഫെറി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 2:30 ഉള്ളൂ. ലേക്ക് കണ്ടിട്ട് നേരത്തെ വരികയാണെങ്കിൽ 11:30 ഫെറി തന്നെ എടുക്കാമെന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് ഫെറിയുടെ അങ്ങോട്ട് പോയാൽ മതി. ചെറിയ കടയൊക്കെ നല്ല വൈകിട്ടൊരു ആൾക്കാരുന്ന് കഴിക്കുന്നു. പന്നിയാണല്ലോ. രാവിലെ പന്നീനെ റെഡിയാക്കി വിൽക്കാൻ തുടങ്ങും. രസമുണ്ടല്ലോ, ഫോട്ടോ എടുക്കാം. ഒരു മാർക്കറ്റ് സെറ്റാണല്ലോ. മോട്ടോർസൈക്കിൾ ടെൻറ്റ് ഇൻസൈഡ് നോക്കിയാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ലേക്ക് എത്തി. ഓക്കെ. അപ്പോൾ ഇതാണ് കമോഡ്സ് ഐലൻഡിലെ ലേക്ക്. ലേക്കിലേക്കുള്ള എൻട്രൻസ് ആണ്. ടിക്കറ്റൊക്കെ എവിടെയാ? നല്ലൊരു വ്യൂ ഉണ്ട്. ഇച്ചിരി വലിയ ലേക്കാണല്ലോ. ചെറിയൊരു റിസോർട്ട് പോലെ ഉണ്ട്. അവിടെയും വണ്ടി പാർക്ക് ചെയ്യായിരുന്നു. നമ്മളിത്ര കഷ്ടപ്പെട്ട് ഇവിടെ തന്നെ പാർക്ക് വന്ന പാടെ അവൻ അങ്ങോട്ട് കാണിച്ചുകൊണ്ട് അവിടെ ലേക്ക് ദനാവ് പാർക്കാണ്. നല്ലൊരു ചെറിയ റെസ്റ്റോറൻറ്റ്, ഗാർഡൻ കഫേ പോലൊക്കെ ഉണ്ട്. അനൗൺസ്മെൻ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ബോട്ടിങ്ങാണ് ഇവിടെ മെയിനായിട്ട്. ലേക്കിൽ കൂടെ നല്ല വെയിലായിരിക്കും ഇപ്പം. എന്നാ ബോട്ട് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കഴിക്കേണ്ട കാര്യമില്ലല്ലേ. വാല്യൂ മീൽ ഓപ്പണായി വരുന്നേ ഉള്ളൂ. നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സെറ്റപ്പായിരുന്നു. പട്ടികളൊക്കെ ഉണ്ടല്ലോ. എന്താ എഴുതിയേക്കുന്നത്? സിപ്പ് ലൈനോ? നിനക്ക് പോകണോ? സിപ്പ് ലൈൻ പോകണോ? ആ, എത്രയാ? പെർ ഹെഡ് 30. കുഴപ്പമില്ല. Good morning. This is good, huh?
ഓക്കെ, വെള്ളമകത്ത് വരുമോ? ഇല്ലായിരിക്കും അല്ലേ. 30 മിനിറ്റ്സ് അല്ലേ പറഞ്ഞേക്കുന്നത്. വെള്ളം കയറാത്ത ബോട്ട് തരാൻ പറയണം. അകത്തെല്ലാം നനയാൻ പാടില്ല. ഇത് വെള്ളമുണ്ടല്ലേ അല്ലേ? വെള്ളം പറഞ്ഞാലും കാലിൻ്റെ ഇവിടെ നനയുള്ളത്. അങ്ങനെ നമ്മൾ ചെറിയൊരു ബോട്ടിങ് ഇതിനാൾ കൂടിയാണ്, ചെറിയൊരു പെഡൽ ബോട്ടൊക്കെ കയറി. വലിയ ലേക്കാണ് കാര്യം. അവർ പറഞ്ഞ അകത്ത് ഒത്തിരി ദൂരോട്ടൊന്നും പോകരുത്, ഇവിടെയൊക്കെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ഒഴുക്കുണ്ട്, അതുകൊണ്ട് പെഡൽ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ അതൊക്കെ മൂവ്മെൻ്റ് ഉണ്ട്. കണ്ടൽ കാടുകളാണോ? മോട്ടറൈസ്ഡ് ബോട്ടുണ്ട്, സിപ്പ് ലൈൻ പോണുണ്ട്. ഈസ്റ്റർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. സാധനം നിർത്തിപ്പൊരിച്ച് വെച്ചിട്ടുണ്ട്. പന്നിക്കുട്ടനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ്. ദോശയൊക്കെ തേച്ച് റെഡിയാക്കും. അല്ല, ഫാറ്റ് എടുക്കുക. ഓൾറെഡി വെന്ത സാധനം, അതിൻ്റെ ഫാറ്റ് വീണതെല്ലാം പുറത്തേക്ക് എടുക്കുക. ലേക്കിലൊരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ റിസോർട്ടിൽ ചെല്ലും. ഈ ഐലൻഡിൽ മെയിനായിട്ട് കേവും ലേക്കും ഒക്കെ ഉള്ളു കാണാനായിട്ട്. പിന്നെ കൂടുതൽ നേരം ഇവിടെ തങ്ങുന്ന കാര്യമില്ല. ഇപ്പം നമുക്ക് 11:30 ഒരു ഫെറി ഉണ്ട്. അപ്പോൾ 11:30 ഫെറിക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കണം. കാരണം അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വന്ന പോലെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ 11:30 ഫുൾ ആയെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് 2:30 ക്യൂവിൽ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഫെറിയിൽ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ വീണ്ടും പോർട്ട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു നേരെ പോർട്ടിൽ പോയി 11:30 ഫെറി പിടിക്കാമെന്നുള്ളൊരു കണക്കൂട്ടലാണ്. 9:50 ചെല്ലുമെന്നാണ് ടൈം കാണിക്കുന്നത്. Good morning. Yes. Ticket, ferry ticket? About that. How many? 5, 10 paisa? 10 paisa. 10 only, no? 10. 5, 10, 15. While coming only 10. Why? It's okay, I get it. Thank you. നീ 15 കൊടുത്തോ? നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് 5 രൂപ കൂട്ടി കൂടി. Hello. Ferry ticket office here? Hi. Okay. Thank you. Right side. ഫോൺ എടുത്തോ, എൻ്റെ ഫോൺ എടുത്തോ. ഞാൻ പോയി ടിക്കറ്റിൻ്റെ കാര്യം എവിടെയാണെന്ന് ചോദിക്കാം. അങ്ങനെ 9:45 കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തി. ഫെറിക്ക് 11:30 ഫെറിയുടെ കൗണ്ടർ, ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. ഇങ്ങോട്ട് വന്ന എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 10-10:15 ഓപ്പൺ ആവുള്ളൂ. തിരക്കുണ്ട്. ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ സാറ്റർഡേ ഒക്കെയാണ്. നമ്മളേതായാലും 5-5 റോയിലാണ് കൊണ്ട് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ ക്യൂവിൽ നമ്മൾ ലാസ്റ്റായിരുന്നു. 11:30 ഫെറി ജസ്റ്റ് ലക്കിന് കിട്ടി. നമ്മൾ ടിക്കറ്റ് എടുത്തതോടുകൂടിയാണ് അവർ ക്ലോസ് ചെയ്തത്. കാരണം ഭയങ്കര തിരക്കായി. 2:30 അല്ലെങ്കിൽ 2:30 പണിയായി പോയേനെ. ഏതായാലും വന്നു. സ്കൂട്ടർ എടുത്തുകൊണ്ട് നമ്മൾ വന്നു. ഇതാണ് നമ്മുടെ ഫെറി. ഇനി അത് കയറണം. 2:30 ഉള്ള ഫെറിക്ക് വരുന്നെങ്കിൽ ഒത്തിരി ലേറ്റ് ആയേനെ. ഇപ്പോൾ 1:30 11:30 ആയതുകൊണ്ട് 12:30 1:30 2:30 3 നമുക്ക് ഹോട്ടലിൽ ചെല്ലാം. നല്ല തിരക്കായത്.
കാറുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും കാറും വണ്ടിയൊന്നും ഇല്ല. താങ്ക് യു. ഫുള്ളാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 കാറ് തന്നെ 14 എണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടിപ്പിടിച്ച് വന്ന് കയറുമായിരുന്നു ഫെറിയിൽ. നല്ല തിരക്കുണ്ട്. സൺഡേ അല്ല ആയതുകൊണ്ട് നല്ല തിരക്കാണ്. സൺഡേ അല്ല, ഈസ്റ്റർ സൺഡേ നാളെയാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ വീക്കെൻഡ്, ലോങ് വീക്കെൻഡിൻ്റെ ക്രൗഡ് എല്ലാം നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ പാതി മയക്കത്തിലാണ്. 1 മണിക്കൂറോളമായി കഴിഞ്ഞിട്ടിപ്പോൾ. 1 അവർ ഓൾമോസ്റ്റ് 1 അവർ 1.5 മണിക്കൂറാവറായി. ഇനി ഒരു അരമണിക്കൂർ കൊണ്ടുകൂടെ ചെല്ലുമെന്ന് തോന്നുന്നു. ദൂരെ ഏതോ പൊങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങൊക്കെ കാണാമല്ലോ. സെബൂലയാണോ സെബു സിറ്റി ആയിരിക്കണമല്ലോ. ദനാവോ പോർട്ടിലേക്ക് അടുക്കാറായി. നല്ല തിരക്കാണ്. ദനാവോ പോർട്ട് അത് അവിടെ അടുക്കാറായിട്ടുണ്ട്. ഫെറി ഇറങ്ങി അവിടെ തന്നെ ഒരു മെട്രോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് കോർട്ട് വന്ന് ലൈറ്റായിട്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം സമയം ഓൾമോസ്റ്റ് 2 മണിയാറായി. അപ്പോൾ നൂഡിൽസ്, പിന്നെ ചിക്കൻ മുകളിലിട്ട് അതിൻ്റെ അടിയിൽ റൈസാണ്, സൂപ്പ്, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ സം ചിപ്സ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു ലഞ്ച്. അപ്പോൾ ദനാവോ പോർട്ടിനടുത്ത് തന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീണ്ടും സെബു ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. സമയം ഏതാണ്ട് 2:30 കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് 2:30 കഴിഞ്ഞു. റോഡിൽ വലിയ തിരക്കില്ല. നാളെ ഈസ്റ്റർ, അതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും സെബുവിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ തിരക്കുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ റോഡ് വലിയ തിരക്കില്ല. ഇന്ന് ഇനിയിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അങ്ങനെയല്ല. ഫോറിനർ ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ചെറിയൊരു 100cc ബൈക്കിൽ അതിലെ കയറ്റാവുന്നതിൽ മാക്സിമം ബോക്സ് അടുക്കിയിട്ടുണ്ടെന്ന്. സൈഡിൽ 2 പാനിയർ, ഒരു ടോപ്പ് കേസ്. അപ്പോൾ ഹെവിലി ലോഡഡ് ആയിട്ടുള്ള ഒരു ചെറിയ കമ്മ്യൂട്ടർ ബൈക്കാണ്. പ്രതീതിയല്ലേ കടകളൊക്കെ പൊതുവെ ഞാൻ നിന്റെ ഇതുകൊണ്ട് പൊക്കോളാം. ഹെൽമെറ്റ് എല്ലാം കൊണ്ടുപോകേണ്ട കാര്യം. ഫുഡെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് ചിക്കനും പോർക്കും മീനും ഒക്കെ ആയിട്ട് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കൂടുതൽ ആക്റ്റീവായിട്ടുണ്ട്. ഇവിടെ മീനുണ്ട്. അപ്പോൾ ശനിയാഴ്ചത്തെ ഡിന്നർ ചിക്കൻ റൈസ്. ഇവിടെ റൈസ് പോർക്ക് സിസിക്ക്. നമുക്ക് പോർക്ക് സിസിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്. പോർക്ക് സിസിക്ക് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല സാധനമാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. സെബുവിനോട് ഇവിടെ പറയാറുള്ള നേരമായി. ഇന്ന് രാത്രിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ സെബു തീർന്നു. നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് നേരത്തെ പോയി കിടന്നുറങ്ങുക.
സെബുവിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നൊരു 10 മണിക്കുള്ളിൽ ഇറങ്ങാമെന്ന് വിചാരിക്കും. 1 മണിക്കാണ് ഫ്ലൈറ്റ്. 10 ഇറങ്ങേണ്ട കാര്യമേ ഉള്ളൂ. എന്തോ സംഭവിച്ചല്ലോ. വല്ല തീപിടുത്തമാണോ? ഫയർ എഞ്ചിനൊക്കെ പാഞ്ഞു പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഫിലിപ്പൈൻസിലെ ലാസ്റ്റ് ഡേ രാവിലെ 6:15 ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഒരു 10 മണി കഴിഞ്ഞിട്ട് പതുക്കെ ചെക്കൗട്ട് ചെയ്ത് പോയാൽ മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഉള്ള സമയം ജസ്റ്റ് ഒരു മോർണിംഗ് വാക്ക് ആകട്ടെ. രാവിലെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ കൊളോൺ സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് തന്നെയാണ് നടക്കുന്നത്. കൊളോൺ സ്ട്രീറ്റ് ഇവിടുത്തെ ഒരു പഴയ ഒരു സ്ട്രീറ്റാണ്. കടകളും ചെറിയ വഴിവാണിപ്പക്കാരും ഒക്കെ ഉള്ള സ്ഥലം. ഇപ്പോൾ ഈസ്റ്റർ സൺഡേ ആണ്. രാവിലെ ഈസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ കടകളൊക്കെ തുറന്നു വരുന്നുണ്ട്. ചില കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കടകൾ, ഫാസ്റ്റ് ഫുഡ്, ജ്യൂസ്, കോഫിയൊക്കെ ഇപ്പോൾ അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ 2 ആഴ്ചത്തെ ഫിലിപ്പീൻസ് ട്രിപ്പ് ഒരു നല്ല എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ ആഴ്ച മനിലയിൽ തന്നെ നമ്മൾ സ്കൂട്ടർ എടുത്ത് നോർത്തേൺ സൈഡിൽ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് മനില വന്ന് സെബുവിന് ഫ്ലൈറ്റ് എടുത്തു. സെബുവിൽ വന്നു. സെബുവിലൊപ്പം നമ്മളുടെ മോളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരുടെ സെബുവിൽ ഒരാഴ്ച കറങ്ങി. സ്കൂട്ടർ എടുത്ത് 1-2 ഐലൻഡുകളെ, സൗത്ത് സെബു സിറ്റിയൊക്കെ കണ്ടു. അങ്ങനെ അത്യാവശ്യം ഫിലിപ്പൈൻസിൻ്റെ ഒരു ഫീല് കിട്ടാനുള്ള ചെറിയൊരു ട്രിപ്പ് വിജയകരമായി പൂർത്തിയാക്കി. ശരിക്കും ഈ സാധനം നമ്മളുടെ ഷെയർ ഓട്ടോയ്ക്ക് പോകാറ് നാട്ടിലൊക്കെ വരണ്ട. ടാറ്റ ഏസ് എടുത്തിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ആൾക്കാർക്ക് ഇരുന്ന് പോകാം. ഈ ഷെയർ ഓട്ടോയ്ക്കകത്ത് കുത്തിപ്പിടിച്ച് മെട്രോ സിറ്റിയിലൊക്കെ കാണുന്ന പോലെ 2 റോ സീറ്റൊക്കെ ഇട്ട് 3 വീലർ പോകുന്നതിലൊക്കെ കംഫർട്ടബിളാണ്. ഒരു ടാറ്റ ഏസ് എടുത്ത് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ. ഈ കൊളോൺ സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷനായത് 6 റോഡാണ് ജോയിൻ ചെയ്തത്. 1, 2, അത് 3, അത് 4, അവിടെ 5, ഈ വണ്ടികൾ വരുന്ന 6 റോഡ് ഒരേ വരുന്ന ഒരു ജംഗ്ഷൻ. ഇവിടെ ഫ്ലൈ ഓവറും വേറൊന്നുമില്ല. ട്രാഫിക് സിഗ്നൽ മാത്രമേ ഉള്ളൂ. രാവിലെ തന്നെ ആണെങ്കിലും ട്രാഫിക് സിഗ്നലൊക്കെ നോക്കി 124 സെക്കൻഡ് 2 മിനിറ്റ് കൂടുതലൊക്കെയാണ് ചില ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരിക. വിൽക്കാനായിട്ട് വെച്ചേക്കണം. ജങ്ക്യാർഡ് സെയിൽ പോലെയുണ്ടോ. ജങ്കാണ്. ജങ്ക് സാധനങ്ങളുടെ കച്ചവടമാണ് മൊത്തം. ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ല. ഫുൾ ജങ്കാണ്. പള്ളിയുണ്ട് ഇവിടെ. വലിയ പള്ളി. ഈസ്റ്റർ ആയതുകൊണ്ട് രാവിലെ ഈസ്റ്റർ സർവീസുകളൊക്കെ ഉണ്ട്. പള്ളിയാണ്. അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ പാരിഷ്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുവാണ്. ഇവിടെ എന്താണ് ചെറിയൊരു പാർക്ക് പോലെ. സൈനിങ് ഓഫ് സെബു സിറ്റി ചാർട്ടർ ഒക്ടോബർ 20, 1936. എന്താ കണ്ട പള്ളിയുടെ ഔട്ട് സൈഡ് ഇതാണ്. ആ പള്ളിയും എൻ്റെ സ്കൂളും കോളേജും ഒക്കെ ഉള്ളത് പഴയ ഒരു ഏരിയയാണ്. ഇവിടെ എല്ലാം വഴിവാണി വെക്കാലാണ്. ചെറുകിട സോക്സുകൾ, ഷോർട്സ്, ചെരുപ്പ്, മൾട്ടിപ്പിൾ സാധനങ്ങളൊക്കെ ഉള്ള വഴിവാണികക്കാരാണ്.
ബാഗ്, വാച്ച്, തുണിത്തരങ്ങൾ, മുട്ട വയ്ക്കുന്നു. അവിടുത്തെ ബീഡിക്കട, ബീഡിയാണ് തോന്നുന്നു കേട്ടോ. ബീഡി പോലുള്ള സാധനം. അങ്ങനെ പുകല ചുരുട്ടി വെച്ചേക്കുക, പുകല വെച്ചേക്കുന്ന, അടുക്കി വെച്ചേക്കുന്നു. പുകലക്കാർ ചുരുട്ടും ചെറിയ ബീഡി പോലെ തെറുത്ത് വെച്ചേക്കുക. സ്മോക്ക്. ഹൗ മച്ച് ദിസ് വൺ? ഹൗ മച്ച് മണി? 200 pesos. 100? 200. വലിയ കെട്ടിന് 200, ചെറിയ കെട്ടിന് 50 പെസോയൊക്കെയാണ്. ചെറിയൊരു ബേക്കറി. സിഗരറ്റ് വലിക്കുന്നതിന് പകരം നമ്മുടെ ബീഡി പോലെയല്ല, അകം പൊള്ളയാണ്. അതായത് ടൊബാക്കോയുടെ ലീവ്സ് അങ്ങനെ ചുരുട്ടി ഉണ്ടാക്കിയ, അകത്ത് ഫില്ലിംഗ് ഇല്ല. ചെറിയ പീസ് നമ്മളെ പോലെ ടൊബാക്കോ ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ബീഡിക്ക് ചെയ്തിട്ട് തെറുക്കുന്ന പോലെ ആ പരിപാടിയല്ല. ചുരുട്ടിൻ്റെയൊക്കെ പോലത്തെ വലിയ ചെറിയൊരു രൂപം. ചുരുട്ട് നല്ല കട്ടി റോൾ ചെയ്യുന്നു. ഇത് പക്ഷേ ചെറുതായിട്ട് ചുരുട്ടി ബീഡി പോലെ. മീൻ മാർക്കറ്റാണല്ലോ. രാവിലെ പച്ചക്കറി. ഞായറാഴ്ച ഏതായാലും ഈസ്റ്ററിൻ്റെ ഞായറാഴ്ചയാണ് ഇവിടെ തിരക്ക്. ചൂരയൊക്കെ ഉണ്ട്, വലിയ ചൂര. കടൽ സാധനങ്ങൾ, ചിക്കൻ്റെ എല്ലാ പാർട്സും തന്നെ ആക്കിയിട്ടുണ്ട്. ചിക്കൻ്റെ കുടലുമാർ യൂസ് ചെയ്യും. നമ്മൾ കളയുന്ന സാധനമൊക്കെ യൂസ് ചെയ്യും. വലിയ മാർക്കറ്റാണ്. ഈസ്റ്ററല്ലേ, ഈസ്റ്ററായിട്ട് നല്ല മാർക്കറ്റ്, നല്ല ആക്റ്റീവാണ്. ഇഷ്ടംപോലെ ഉണക്കമീൻ, മത്തി. 200 പെസോയാണ് കിലോയ്ക്ക് ഉണക്കമീൻ. മത്തിയുണ്ട്, സ്റ്റൈലായിട്ട് ഉണക്കി വെച്ചേക്കുന്നു. കടലിനടുത്ത് കിടക്കുന്നവർക്ക് ഇവിടെ കാര്യമായ ഉണക്കമീൻ യൂസ് ചെയ്യുന്നവരുണ്ടോ? കാണുമായിരിക്കും. അങ്ങനെ തിരക്കുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നടന്നു വന്നത്. തിരിച്ചു പോയേക്കാം. ഭയങ്കര തിരക്ക്. നല്ല മീൻ പാടയൊക്കെ അടിക്കുന്നുണ്ട്. ഓൾഡ് ജനറേഷൻ ജിമിനി. പോർക്കുണ്ട്, ചിക്കനുണ്ട്, സോസേജ് ഉണ്ട്. ലാസ്റ്റ് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്. സോ ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ സെബു ആൻഡ് ഫിലിപ്പീൻസ്. Sir, are you Indian? Yeah. Sir, about your nation, sir, in country Indian. No sure about gasoline, diesel. Gasoline, no price increase now. No increase? But managing somehow it's okay now. Same price before war, after war same price. Okay. But LPG, the gas, cooking gas problem. Okay. Shortage. Yes. In Hotels not getting enough gas. Houses are getting, but hotels not getting. Mm-hmm. But here the gasoline price is gone up very much. It's very high, sorry. Yeah, because 100 plus. Before war, how much was it? 50 plus. Oh, so almost 100% increase. 100% increase, yeah. Okay. All the inflation. Okay. Then the LPG, I think, is short. Okay. It's okay, sir, because many oil ba your country, because back to normal. Yeah. Only the LPG. Yeah. Okay. In Cebu, sir, there are 2 bridges. Okay. This is second bridge, Okay. and the center is a old bridge. Then last and select bridge. Okay. 3 bridges in Cebu. So you came from them in the north, sir, south area in Malboal, there. Yeah. Malbol, Then- Bohol Island, Wow. and Camotes Island. Camotes, and then Camotes. Surigao. Yeah. Nice, sir. Palawan. Palawan. Siguro complete your one, sir, your vacation, no? Moto. Okay. Praise the Lord. Sir, welcome to Terminal 2. Yeah. Okay, sir. Okay.
മക്ടാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം നമ്മൾ 10:30 ആയപ്പോഴത്തേക്കാണ് എത്തി. 12:50 ഫ്ലൈറ്റ്. അപ്പോൾ ഇതാണ് സെബൂലെ ഡ്യൂട്ടി ഫ്രീ. ഇതാണ് ഓഫർ. $1289. താണ്ടു ഇവിടുത്തെ മെയിൻ സാധനമാണ്. നമ്മളൊരു പുറത്തുനിന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ബ്രാൻഡാണ് ഫിലിപ്പീനോ. താണ്ടു പേര് എവിടെ എന്നാണെന്ന് നോക്കട്ടെ. ഫൈനലി ബോർഡിങ്ങിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഗേറ്റ് നമ്പർ 20 സോൺ 1 ആയിട്ടുള്ളൂ. നമ്മുടേത് സോൺ 2 ആണ്. സോൺ 1 ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ ഫിലിപ്പൈൻസിനോട് വിട പറയാൻ സമയമായി. ഫ്ലൈറ്റിലോട്ട് കയറുന്നു. 12:55 ഫ്ലൈറ്റ്. 12 കഴിഞ്ഞതേ ഉള്ളൂ. മലേഷ്യയുടെ ബ്രൂണയുടെ വല്ല മോളിൽ കൂടെ പോകണം തോന്നുന്നു. അതിൻ്റെ ഒരു ബീച്ച് സ്റ്റൈൽ അവിടെ ഒരു നദി പോയി ചേരുന്നുണ്ട്. റിവർ മൗത്തിലേക്ക്. ചെറിയ ഐലൻഡ് പോലെ നടക്കുകയാണ്. മണ്ണ് മാത്രം കിടക്കുന്നത്. മലേഷ്യ ഇച്ചിലൂടെ ഈ ഏരിയയിൽ ഇച്ചിലൂടെ ഡെവലപ്ഡ് പോലെ ഇച്ചിലൂടെ ഫിലിപ്പീൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ മലേഷ്യ ഇച്ചിലൂടെ കോസ്റ്റ്ലിയാണ് അല്ലേ? ഇന്തോനേഷ്യ ഇച്ചിലൂടെ. കോലാലംപൂരിലേക്ക് എത്തുന്നതുകൊണ്ട് വീണ്ടും എണ്ണപ്പനത്തോട്ടങ്ങളുടെ ദൃശ്യമാണ് താഴെ കാണുന്നത്. പാം ഓയിലിന്റെ കേന്ദ്രമാണല്ലോ മലേഷ്യ. അപ്പോൾ നമ്മുടെ ഈ ഫിലിപ്പൈൻ സീരീസ് ട്രാവൽ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ റെഗുലറായിട്ട് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണും അമർത്തുക. അങ്ങനെ കോലാലംപൂർ എത്തി. കറക്റ്റ് ടൈമായിരുന്നു, ലേറ്റൊന്നുമില്ല. കോലാലംപൂർ എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് 8:55, ഓൾമോസ്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ ഫ്ലൈറ്റുള്ളൂ. എയർപോർട്ട് ഡിന്നർ ടൈം, മലേഷ്യൻ ഡിന്നർ. 9:20 കഴിഞ്ഞു. ബോർഡിങ് തുടങ്ങി. നല്ല തിരക്കാണ്. ഫ്ലൈറ്റ് ഫുള്ളാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നും ഒരു 11:15 കൂടി അങ്ങനെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലൈറ്റ് ഒന്നും ഇല്ലാതെ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. 11:30 കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റി. അങ്ങനെ നമ്മുടെ 2 ആഴ്ചത്തെ ഫിലിപ്പൈൻസ് ട്രിപ്പ് അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ രസകരമായ വേറെ ഏതെങ്കിലും ട്രിപ്പിന്റെ വിശേഷങ്ങളുമായി അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. Thank you for watching.